ഈ നക്ഷത്രക്കാരോട് ആജ്ഞാപിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആരുടെയും ആജ്ഞ ഈ നക്ഷത്രക്കാർ അനുസരിക്കില്ല. ഇവരെ പ്യൂണായോ ഓഫീസ് ബോയിയായോ ഒരിക്കലും നിയമിക്കാൻ സാധിക്കില്ല. ഇവരോട് സ്നേഹരൂപേണ എന്താവശ്യപ്പെട്ടാലും ഒരുപക്ഷെ അത് 100 വട്ടം ചെയ്തു തന്നെന്ന് വരും. ഇവരിൽ ചിലർ സിംഹരാശിക്കാർ ആയി പിറന്നവരാണ്. ചിലരാകട്ടെ സിംഹമൃഗത്തിൽ പിറന്നവരാണ്. ചിലരുടെ കർമാധിപൻ രാജഗൃഹമായ ചിങ്ങരാശിയായിരിക്കും. അതുകൊണ്ടാണ് ഒരു രാജബോധം ഇവരുടെ ഉള്ളിൽ ഉണരുന്നത്. ആ നക്ഷത്രം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണി, കാർത്തിക, തിരുവാതിര, മകം, പൂരം, ഉത്രം, വിശാഖം, അനിഴം, ചതയം, രേവതി, തൃക്കേട്ട. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ പലവിധ ജ്ഞാനങ്ങളും നുറുങ്ങുകളും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. നിങ്ങൾ ജനിച്ച വർഷവും തീയതിയും സമയവും സ്ഥലവും അറിയുമെങ്കിൽ ഞാൻ നോക്കി നിങ്ങളുടെ പ്രശ്നത്തിന് എന്നാലാവുന്ന വിധം പരിഹാരം പറയുന്നതാണ്. നന്ദി, നമസ്കാരം.